നമ്മുടെ സുഹൃത്തും കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് പുറത്തിറങ്ങാം. അപ്പോൾ നമ്മുടെ അടുത്ത് വേറൊരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ കഴിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ചോദിക്കുക, അവനെ വിളിക്കണോ? അപ്പോൾ നമുക്ക് തോന്നണത് ചിലപ്പോൾ അയാൾ കഴിച്ചിട്ടുണ്ടാവാം എന്നാ. അപ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? ഹി മൈറ്റ് ബി ഈറ്റൻ ആണോ, ഹി മൈറ്റ് ഹാവ് ഈറ്റൻ ആണോ? ഇത് പലർക്കും കൺഫ്യൂഷനുള്ള സംഭവമാണ്. മൈറ്റ് കഴിഞ്ഞിട്ട് ബി വരിക, ഹാവ് വരിക, അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഒരു വാക്ക് വരിക. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് ഈ വീഡിയോയിൽ ഇത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പേടിയുണ്ടാവില്ല. അതിനു മുമ്പ് എൻ്റെ പേര് വിനി. ഞാൻ ഇംഗ്ലീഷ് കോഴ്സ് ഓൺലൈൻ എടുക്കാറുണ്ട്. എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവസാനം പറയാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മൈറ്റ് ഹാവ് എന്താന്ന് പറഞ്ഞുതരാം. മുമ്പ് നടന്ന എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെയായിരിക്കാം സംഭവിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് മൈറ്റ് ഹാവ് യൂസ് ചെയ്യാം. അപ്പോൾ സംഭവം നടന്നു കഴിഞ്ഞു കേട്ടോ, പാസ്റ്റ് ടെൻസിൽ. പക്ഷേ എന്താ ശരിക്കും സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഊഹിക്കില്ലേ ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചതെന്ന്. അങ്ങനെ മുമ്പ് നടന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സ്പെക്യുലേറ്റ് ചെയ്യുമ്പോഴാണ് മൈറ്റ് ഹാവ് യൂസ് ചെയ്യുക. ഈ ഒരു പോയിന്റ് പഠിച്ചു വെക്കാം. എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെ വരിക എന്ന് വെച്ചാൽ സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് മൈറ്റ് ഹാവ്, അത് കഴിഞ്ഞ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. മൈറ്റ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ് ഇതൊക്കെ കഴിഞ്ഞിട്ട് V3 ഫോം വേണം. V3 ഫോമിലാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അതെന്താ ഫോം എന്ന് വെച്ചാൽ വേർബ്സിന് നമ്മൾ ഇപ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വന്നു, വരിക, വന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ പല പല ഫോംസില്ലേ, അതുമാതിരി ഇംഗ്ലീഷിലും പല പല ഫോംസ് ഉണ്ട് വേർബ്സിന്. അപ്പോൾ ഈറ്റ് എന്നുള്ള വേർബ് ആണെങ്കിൽ ഈറ്റ് ഒരു ഫോമാണ്, എയ്റ്റ് ഒരു ഫോമാണ്, ഈറ്റിംഗ്, ഈറ്റൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോം ഉണ്ട്. അതിൽ ഈറ്റൻ എന്നുള്ള ഫോമാണ് V3. അപ്പോൾ ഇതിൻ്റെ ഒരു കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർബ്സും അതിൻ്റെ V3 ഫോമും പാസ്റ്റ് ഫോമും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു PDF ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കോമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അവിടെ നോക്കിയാൽ മതി. അവിടെ കണ്ടില്ലെങ്കിൽ ഒരു കോമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ ഓർക്കാം അത് പിൻ ചെയ്ത് വെക്കാൻ. അപ്പോൾ V3 എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. അപ്പോൾ ഈറ്റൻ, ടേക്കൻ ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ഇതിൻ്റെ പേരുണ്ടാവുക. പക്ഷെ എപ്പോഴും നമുക്ക് ഇങ്ങനെ EN ചേർത്തിട്ടുള്ള രീതിയിലായിരിക്കില്ല. ചില സമയത്ത് പാസ്റ്റിലെ ഫോമില്ലേ അങ്ങനെ തന്നെ ഉണ്ടാവാം. ഇപ്പോൾ ടോക്ട്, TALKED അല്ലേ, ടോക്കിൻ്റെ പാസ്റ്റ് ടെൻസും ടോക്ട് ആണ്, V3യും ടോക്ട് ആണ്. അപ്പോൾ ആ വേർബിൻ്റെ V3 ഫോം പല രീതി വരാം. അപ്പോൾ ലിസ്റ്റ് നോക്കിയാൽ മതി. ഇപ്പം ഞാൻ പറയുന്നത് സബ്ജക്റ്റ്, മൈറ്റ് ഹാവ് കഴിഞ്ഞിട്ട് V3 ഫോം. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. അവന് ചിലപ്പോൾ ട്രെയിൻ മിസ്സായിട്ടുണ്ടാവാം. അപ്പോൾ നമ്മളൊരു പാസ്റ്റിൽ നടന്നൊരു കാര്യം ഇങ്ങനെ ആയിരിക്കാൻ സംഭവിച്ചെന്ന് പറയാം അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയാം, ആരെ സബ്ജക്റ്റ്? ഹി മൈറ്റ് ഹാവ് മിസ്ഡ് ദ ട്രെയിൻ. ഹി മൈറ്റ് ഹാവ് മിസ്ഡ് ദ ട്രെയിൻ. ഓക്കെ, നമുക്ക് ഉറപ്പില്ല മിസ്സായോ ഇല്ലയോ എന്ന്. ഉണ്ടായിരിക്കാം, ഒരു സാധ്യത പറയാണ്. ഓക്കെ, നമ്മൾ പോക്കറ്റ് തപ്പിപ്പോൾ കീസ് കാണുന്നില്ല. എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? വീണു പോയിട്ടുണ്ടാവുക അല്ലേ പോക്കറ്റിൽ നിന്ന്. ഇങ്ങനെ പറയാ. അപ്പോൾ ആരാണ് സബ്ജക്റ്റ്? കീസ്. ദ കീസ് മൈറ്റ് ഹാവ് ഫോളൻ ഔട്ട് ഓഫ് ദ പോക്കറ്റ്. ഫോൾ എന്ന് പറഞ്ഞാൽ വീഴുക. അതിൻ്റെ V3 ഫോം ഫോളൻ. ദ കീസ് മൈറ്റ് ഹാവ് ഫോളൻ ഔട്ട് ഓഫ് ദ പോക്കറ്റ്. മനസ്സിലായോ? അപ്പോൾ പോക്കറ്റിൽ നിന്ന് വീണു പോയി നമുക്കൊരു ഉറപ്പില്ല. പക്ഷെ ഇങ്ങനെ ആവാനാണ് ഒരു സാധ്യത. ഇതൊരു സാധ്യതയാണ്. നടന്നു കഴിഞ്ഞ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചതെന്ന് പറയാണ്. ഓക്കെ, ഭാവിയിലുള്ളൊരു സാധ്യതയല്ല കേട്ടോ. കഴിഞ്ഞു പോയ എന്തോ ഒരു കാര്യം ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചത് എന്ന് പറയാണ് നമ്മൾ കേട്ടോ. ഇനി ഇതേപോലെ അർത്ഥം വരുന്ന സെൻറ്റൻസുകളാണ് മസ്റ്റ് ഹാവും കുഡ് ഹാവും വെച്ചിട്ട് സെയിം ആയിട്ട് പറയാം നമുക്ക്. ലൈക്ക് ദ കീസ് മസ്റ്റ് ഹാവ് ഫോളൻ ഔട്ട് ഓഫ് ദ പോക്കറ്റ്, അല്ലെങ്കിൽ ദ കീസ് കുഡ് ഹാവ് ഫോളൻ ഔട്ട് ഓഫ് ദ പോക്കറ്റ്. ഇതിൽ മസ്റ്റ് ഹാവ്, കുഡ് ഹാവ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സാധ്യതയുണ്ട്. മൈറ്റ് ഹാവിന് അതിനേക്കാളും കുറച്ച് കുറവ് സാധ്യതയുള്ളൂ. പക്ഷേ മസ്റ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കാമെന്ന് ഏകദേശം നമുക്കൊരു ഉറപ്പുണ്ട്. ഭയങ്കര ഉറപ്പല്ല, എന്നാലും ഒരു മൈറ്റ് ഹാവിനേക്കാളും ഉറപ്പുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ അവിടെ മസ്റ്റ് ഹാവ് ആണോ മൈറ്റ് ഹാവ് ആണോ എത്ര ഉറപ്പ് എനിക്കുണ്ട് എന്നൊന്നും ചിന്തിക്കേണ്ട. അത്യാവശ്യം നല്ല ഉറപ്പുണ്ടെങ്കിൽ മസ്റ്റ് ഹാവ് യൂസ് ചെയ്തോളൂ. അത്ര ഉറപ്പില്ലെങ്കിലും മൈറ്റ് ഹാവ് യൂസ് ചെയ്തോളൂ. ഇങ്ങനെ ആയിരിക്കാം, ഒരു ചാൻസ് ഉണ്ട് അതിന് എന്നുള്ള രീതി പറയുകയാണെങ്കിൽ മൈറ്റ് ഹാവ് യൂസ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു സിറ്റുവേഷൻ പറയാം. അപ്പം നിങ്ങൾ ആ സിറ്റുവേഷനിൽ മൈറ്റ് ഹാവ് യൂസ് ചെയ്ത് ഒരു അഡീഷണൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക. നിങ്ങളിങ്ങനെ നടന്നു പോവുക ഫാമിലിയായിട്ട് രാത്രി. അപ്പോൾ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ഒരു നിങ്ങളുടെ വീടിനടുത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം. അത് പൂട്ടിയിരിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 12 മണി വരെയൊക്കെ അവർ തുറന്നിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ എന്താ അത് പൂട്ടിയതെന്ന് ഇങ്ങനെ ആലോചിക്കുക. എന്താ തുറന്നിരിക്കാത്തത്? അപ്പോൾ നമ്മൾ കൂടുതലുള്ള ആൾ എന്താ പറയുക? ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. എന്താ സാധ്യത? ചിലപ്പോൾ നേരത്തെ അടച്ചിട്ടുണ്ടാവാം. ഇങ്ങനെ പറയാ, ദേ മൈറ്റ് ഹാവ് ക്ലോസ്ഡ് ഏർലി ടുഡേ. ഇന്ന് നേരത്തെ ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവാം അല്ലേ. ദേ മൈറ്റ് ഹാവ് ക്ലോസ്ഡ് ഏർലി ടുഡേ. മനസ്സിലായോ?
ഇനി വേറൊരു സിനാരിയോ പറയാം. അതിൽ നിങ്ങളിങ്ങനെ മൈറ്റ് ഹാവ് വെച്ചിട്ട് പറയണേ. നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഒരു 3-4 മാസം പ്രായമുള്ള ഒരു ചെറിയ കുട്ടിയുണ്ട് കേട്ടോ അയാൾക്ക്, ഈ ഫ്രണ്ടിന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആളെ കണ്ടപ്പോൾ ഭയങ്കര ക്ഷീണിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ഒരു സാധ്യത പറയാം? രാത്രി ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. എങ്ങനെ പറയും? ഷീ മൈറ്റ് നോട്ട് ഹാവ് സ്ലെപ്റ്റ് വെൽ ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ രാത്രി, ലാസ്റ്റ് നൈറ്റ്, ഷീ മൈറ്റ് നോട്ട് ഹാവ് സ്ലെപ്റ്റ് വെൽ. അപ്പോൾ മൈറ്റ് ഹാവ് ഈ V3 എന്ന് പറഞ്ഞാൽ അതായിരിക്കും സംഭവിച്ചത്. അതല്ല സംഭവിച്ചിട്ടുണ്ടാവുക, നന്നായി ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് പറയാൻ ഷീ മൈറ്റ് നോട്ട് ഹാവ്, കേട്ടോ, നോട്ട് അവിടെ ചേർക്കുക. ഷീ മൈറ്റ് നോട്ട് ഹാവ് സ്ലെപ്റ്റ് വെൽ ലാസ്റ്റ് നൈറ്റ്. പിടികിട്ടിയോ? അപ്പം മൈറ്റ് ഹാവ് എന്ന് പറഞ്ഞാൽ മുമ്പ് നടന്ന ഒരു കാര്യം ഇങ്ങനെയായിരിക്കാം സംഭവിച്ചത്, ഇന്നൊരു കാരണം കൊണ്ടായിരിക്കാം സംഭവിച്ചത്. അപ്പം മൈറ്റ് ബിയോ പ്രസന്റിലെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ. നടന്നു പോയതല്ല, ഇപ്പം നടക്കുന്നതോ അല്ലെങ്കിൽ നടക്കാൻ ചാൻസ് ഉള്ളതോ ആയ കാര്യങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ അവൾ ചിലപ്പോൾ ബിസി ആയിരിക്കാം. ഷീ മൈറ്റ് ബി ബിസി അറ്റ് ദ മോമെന്റ്. ഈ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആൾ ചിലപ്പോൾ ബിസി ആയിരിക്കാം. ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞപ്പോഴേ ചിലപ്പോൾ പണിയിലായിരിക്കാം. ഷീ മൈറ്റ് ബി ബിസി അറ്റ് ദ മോമെന്റ്. ഇതൊരു കാര്യം ശ്രദ്ധിക്കണത്, മൈറ്റ് ബി കഴിഞ്ഞിട്ട് V3 ഒന്നുമില്ല. എന്താണ് അവരുടെ അവസ്ഥ എന്നാണ് പറയണേ കേട്ടോ. അപ്പോൾ അതിൻ്റെ സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെ വരിക? സബ്ജക്റ്റ്, അത് കഴിഞ്ഞാൽ മൈറ്റ് ബി, അത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇന്നൊരു കാര്യം വരണം എന്ന് V3 വന്ന പോലെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇവിടെ ഒരു നൗൺ ഫ്രേസ് ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആവാം, അങ്ങനെ പല സാധനങ്ങൾ വരാം. ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇവിടെ എന്താ വന്നേ? ഷീ മൈറ്റ് ബി ബിസി എന്ന് വെച്ചാൽ തിരക്കുള്ളൊരു അവസ്ഥയിലായിരിക്കാം. അപ്പോൾ ഒരാളുടെ അവസ്ഥ പറയാം, ഷീ മൈറ്റ് ബി ബിസി. നിങ്ങളിങ്ങനെ ഓഫീസിലെ വരാന്തയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ മാനേജർ ഈ അടുത്ത് റിട്ടയർ ആയി, ഇപ്പോൾ പുതിയൊരാളിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ പറയുക? ഇയാളായിരിക്കാം പുതിയ മാനേജർ. എങ്ങനെ പറയും? ദാറ്റ് മൈറ്റ് ബി ദ ന്യൂ മാനേജർ. കേട്ടോ, ദാറ്റ് മൈറ്റ് ബി എന്ത്? ദ ന്യൂ മാനേജർ. അപ്പോൾ അവിടെ ഒരാൾ അല്ലേ, ദ ന്യൂ മാനേജർ, അതായിരിക്കാം. ദാറ്റ് മൈറ്റ് ബി ദ ന്യൂ മാനേജർ. അപ്പോൾ പല സാധനങ്ങൾ ഈ മൈറ്റ് ബി കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രീതിയിൽ സെൻറ്റൻസ് എന്ന് പറഞ്ഞ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞു അല്ലേ, ഷീ മൈറ്റ് ബി ബിസി. ഇപ്പോഴത്തെ കാര്യം നല്ലൊരു കാലാവസ്ഥ കേട്ടോ, നല്ല ഇളം കാറ്റൊക്കെ ഉണ്ട്, അത്യാവശ്യം സൂര്യനുണ്ട്, പുറത്തൊക്കെ ഇരിക്കാനും കളിക്കാനും കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാനൊക്കെ പറ്റിയൊരു അന്തരീക്ഷം. പെട്ടെന്ന് നല്ല കാർമേഘം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക? കാലാവസ്ഥ ഇപ്പം മാറും കേട്ടോ. എങ്ങനെ പറയാ? രണ്ട് രീതി പറയാം. ദ വെദർ മൈറ്റ് ചേഞ്ച് സൂൺ. മാറാം. ദ വെദർ മൈറ്റ് ചേഞ്ച് സൂൺ. അല്ലെങ്കിൽ ദ വെദർ മൈറ്റ് ബി ചേഞ്ചിങ് സൂൺ. മനസ്സിലായോ? അപ്പോൾ ദ വെദർ മൈറ്റ് ചേഞ്ച് എന്ന് പറയുമ്പം മൈറ്റ് ആൻഡ് ബി വന്നില്ല. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം, ബി വരാത്ത കേസുകൾ. ഇപ്പം ഇവിടെ നമുക്ക് ദ വെദർ മൈറ്റ് ബി ചേഞ്ചിങ് സൂൺ. അപ്പോൾ ഈ അടുത്ത് തന്നെ വെദർ മാറാനുള്ള ആ ഒരു ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം പറയാണ് അല്ലേ, ഭാവിയിലത്തെ കാര്യമാണ്, ഫ്യൂച്ചറാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വന്നേ, നേരത്തെ ഷീ മൈറ്റ് ബി ബിസി അവസ്ഥ പറഞ്ഞു, ഇവിടെ ദ വെദർ മൈറ്റ് ബി ചേഞ്ചിങ് ING ഫോം വന്നു. വെദർ മാറാൻ ചാൻസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നല്ല ട്രാഫിക് ഉള്ളൊരു സമയമാണ്, എത്താം എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ആൾക്കാർ എത്തിയിട്ടില്ല. അപ്പോൾ ഇന്നൊരു കാരണം കൊണ്ട് അവർ ലേറ്റ് ആവാം എന്നെങ്ങനെ പറയും? ദേ മൈറ്റ് ബി അറൈവിങ് ലേറ്റ് ഡ്യൂ ടു ദ ട്രാഫിക്. അപ്പോൾ ദേ മൈറ്റ് ബി അറൈവിങ്, നേരത്തെ വെദർ ചേഞ്ചിങ്. അപ്പോൾ എന്തെങ്കിലും ഒരു വേർബ് വരുമ്പോൾ അത് ING ഫോമിലിടുക. ദ വെദർ മൈറ്റ് ബി ചേഞ്ച് എന്ന് പറയാൻ പാടില്ല, ദ വെദർ മൈറ്റ് ബി ചേഞ്ചിങ്. ദേ മൈറ്റ് ബി അറൈവ് എന്ന് പറയാൻ പാടില്ല, ദേ മൈറ്റ് ബി അറൈവിങ്. എന്ത്? ലേറ്റ്. ഓക്കെ. വീക്കെൻഡിൽ ബീച്ചിൽ പോകണമെന്ന് പിള്ളേർ പറയുന്നുണ്ട്. അപ്പോൾ പോയി കളഞ്ഞാലോ, പിള്ളേർ പറഞ്ഞല്ലേ. അപ്പം നമ്മൾ ചിലപ്പോൾ വീക്കെൻഡിൽ ബീച്ചിൽ പോവും. എങ്ങനെ പറയും? വി മൈറ്റ് ബി ഗോയിങ് ടു ദ ബീച്ച് ദിസ് വീക്കെൻഡ്. അപ്പോൾ വി മൈറ്റ് ബി ഗോ എന്ന് പറയരുത്, വി മൈറ്റ് ബി ഗോയിങ് കേട്ടോ. വി മൈറ്റ് ബി ഗോയിങ് ടു ദ ബീച്ച് ദിസ് വീക്കെൻഡ്. അപ്പോൾ വേർബ് വരികയാണെങ്കിൽ മൈറ്റ് ബി കണ്ടിട്ട് വേർബ് വരുമ്പോൾ ING ഫോം ഇടാൻ മറക്കരുത്. പിന്നെ അതൊരു നല്ല ഐഡിയ ആയിരിക്കും. എങ്ങനെ പറയും? ഇറ്റ് മൈറ്റ് ബി എ ഗുഡ് ഐഡിയ. അവിടെ എന്തെങ്കിലും ഒരു സംഭവം, ഒരു ഐഡിയ, ഒരു മാനേജർ എന്നൊക്കെ ആണെങ്കിൽ അത് മാത്രം അങ്ങോട്ട് പറഞ്ഞാൽ മതി അല്ലേ. ദാറ്റ് മൈറ്റ് ബി ദ ന്യൂ മാനേജർ. ഇറ്റ് മൈറ്റ് ബി എ ഗുഡ് ഐഡിയ. അപ്പോൾ ചിലർക്ക് സംശയം തോന്നും, ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞൂടെ? പറയാം.
ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് ഇത് നല്ല ഐഡിയ തന്നെയാണ് അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ കാര്യകാരണങ്ങൾ കൊണ്ട് ഇത് നല്ല ഐഡിയ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ എന്ന് തന്നെ പറയണം അല്ലേ. ദാറ്റ് ഈസ് ദ ന്യൂ മാനേജർ എന്ന് ഉറപ്പുണ്ടെങ്കിൽ പറയണം. നമ്മൾ അയാളുടെ ഫോട്ടോ മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഇന്ന ആളാണോ വരണേ, അപ്പം നോക്കുമ്പോൾ വരാന്തയിൽ അയാൾ വരണം, ഇയാൾ തന്നെ ഇറ്റ് ഈസ് ദ ന്യൂ മാനേജർ അല്ലെങ്കിൽ ദാറ്റ് ഈസ് ദ ന്യൂ മാനേജർ എന്ന് പറയാം. പക്ഷേ നമുക്കൊരു ഐഡിയ ഇല്ല, നമ്മളിങ്ങനെ എന്താ പറയുക നമ്മുടെ സിക്സ് സെൻസ് ഒക്കെ വെച്ച് ഗസ് ചെയ്യുക. അപ്പോൾ ദാറ്റ് മൈറ്റ് ബി ദ ന്യൂ മാനേജർ അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ബി എ ഗുഡ് ഐഡിയ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കാം. നിങ്ങൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ഒരു 6, 6:30, 7, 7:30 ടൈം പുറത്തൊരു ശബ്ദം നമ്മുടെ ഗോഡ് ഫാദർ സിനിമയിൽ ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതൊരു പുറത്തുള്ള മുറിയിലൊരു ശബ്ദം കേൾക്കണില്ലേ. അപ്പോൾ അത് ആ പട്ടിയായിരിക്കാം അല്ലെങ്കിൽ പൂച്ചയായിരിക്കാം എന്ന് പറയില്ലേ, അതെങ്ങനെ പറയാം? ഇറ്റ് മൈറ്റ് ബി ദ കാറ്റ് അല്ലെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ദ ഡോഗ്. എന്നാൽ 2 സെൻറ്റൻസ് പറയാം. ഹി മൈറ്റ് ഹാവ് ഗോൺ ഹോം ഓൾറെഡി, ആദ്യത്തെ സെൻറ്റൻസ്. രണ്ടാമത്തത് ഹി മൈറ്റ് ബി ഗോയിങ് ഹോം നൗ. നമ്മുടെ വ്യത്യാസം എന്താ? ഹി മൈറ്റ് ഹാവ് ഗോൺ ഹോം ഓൾറെഡി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഓൾറെഡി പോയിട്ടുണ്ടാവാം അവൻ. അപ്പോൾ അവനെ കാണുന്നില്ല. എവിടെ പോയിട്ടുണ്ടാവാന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ടുണ്ടാവാം. ഫ്രൈഡേ അല്ലേ, ഇത്ര നേരമില്ലേ. ഹി മൈറ്റ് ഹാവ് ഗോൺ ഹോം ഓൾറെഡി. മൈറ്റ് ഹാവ് സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യം ഇന്ന ഒരു കാരണമായിരിക്കാം എന്ന് പറയാം. ഹി മൈറ്റ് ബി ഗോയിങ് ഹോം നൗ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇപ്പം ഈ വാക്ക് അവന് കൊടുക്കണ്ട, ഇപ്പം തന്നെ അവൻ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പം നടക്കുന്നതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോണതോ ആയ കാര്യമാണ്. ഹി മൈറ്റ് ബി ഗോയിങ് ഹോം നൗ. അപ്പം അത് വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയായിരിക്കും, ഇപ്പം കൊടുക്കേണ്ട. അത് വന്നിട്ട് തിങ്കളാഴ്ച വന്നിട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? ആ രണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? മൈറ്റ് ഹാവും മൈറ്റ് ബി വരുമ്പോഴുള്ളത്. അടുത്തതിനി മൈറ്റ് കഴിഞ്ഞിട്ട് ഈ ബിയും ഹാവും അല്ലാണ്ട് വേറെ ഏതെങ്കിലും വേർബ് വന്നൂടെ? അതിനെക്കുറിച്ച് പറഞ്ഞുതരാം. മൈറ്റ് ബി പോലെ തന്നെയാണ് മൈറ്റ് കഴിഞ്ഞിട്ട് വേറൊരു വേർബ് വരുമ്പോൾ. ഹാവ് അല്ല പറയണത്, വേറൊരു വേർബ് ലൈക്ക് മൈറ്റ് ഗോ, മൈറ്റ് ഈറ്റ്, മൈറ്റ് ടേക്ക് എന്നൊക്കെ പറയുന്നത് മൈറ്റ് ബി പോലെ തന്നെയാണ്. എന്താ കാരണം? ബി എന്ന് പറയുന്നൊരു വേർബാ. ആവുക എന്നാണ് ബിയുടെ അർത്ഥം അല്ലേ. ഞാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, ആവും എന്നൊക്കെ പറയുമ്പോൾ ആവുക എന്നൊരു വേർബിന്റെ ഒരു ഫോം അല്ലേ അത്. അതുമാതിരി തന്നെ ബിയുടെ ഫോംസ് ആണത്. അതുപോലെ തന്നെ ബി ഒരു വേർബാണ്, അതുപോലെ തന്നെ വേറെ വേർബ്സോടെ വരാം. അപ്പോൾ ബി എപ്പോഴാണ് നമ്മൾ ഉപയോഗിച്ചത്? മൈറ്റ് ബി എന്ന് എവിടെയാണ് ഉപയോഗിച്ചത്? ഇപ്പോൾ നടക്കുന്നതോ അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ളതോ ഉള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, ഇന്നൊരു കാരണം കൊണ്ടായിരിക്കാം എന്ന് പറയുമ്പോൾ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞേ. ഇപ്പം നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് എന്താ? അവള് ബിസി ആയിരിക്കാം, ഷീ മൈറ്റ് ബി ബിസി അല്ലേ. അപ്പോൾ അവള് പാർട്ടിക്ക് പിന്നീട് പോകുമായിരിക്കാം, എങ്ങനെ പറയും? ഷീ മൈറ്റ് ബി അല്ല, ഷീ മൈറ്റ് ഗോ, പോവുകയല്ലേ. ഷീ മൈറ്റ് ഗോ എങ്ങോട്ട്? ടു ദ പാർട്ടി ലേറ്റർ. ഇത് നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഷീ മൈറ്റ് ബി ഗോയിങ് ടു ദ പാർട്ടി ലേറ്റർ. അതും കുഴപ്പമില്ല, അങ്ങനെ യൂസ് ചെയ്യാം. ബി കഴിഞ്ഞിട്ട് മൈറ്റ് ബി കഴിഞ്ഞിട്ട് ഒരു വേർബ് വരുമ്പം ING ഫോമിൽ ഉപയോഗിക്കണം. ഇതല്ലാണ്ട് തന്നെ നമുക്ക് അത് അങ്ങനെ ING ഫോം ഉപയോഗിക്കാണ്ട് തന്നെ പറയാം. ഷീ മൈറ്റ് ഗോ ടു ദ പാർട്ടി ലേറ്റർ. അവിടെ ഷീ മൈറ്റ് ഗോയിങ് എന്ന് പറയരുത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവൾ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നീട് പാർട്ടിക്ക് പോവുമായിരിക്കാം, അങ്ങനെ പറയില്ലേ സാധ്യത. ഷീ മൈറ്റ് ഗോ ടു ദ പാർട്ടി ലേറ്റർ. അവൾ നിന്നെ നാളെ വിളിക്കുമായിരിക്കാം. ഇന്ന് വിളിച്ചില്ല അല്ലേ, അവൾക്ക് അറിയാം അവൾ ചിലപ്പോൾ തിരക്കിൽ പെട്ടതായിരിക്കാം, അങ്ങനെ പറയും. നിങ്ങൾക്ക് പറ്റും, പറയും. അവൾ നിന്നെ പിന്നീട് അല്ലെങ്കിൽ നാളെ വിളിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ എങ്ങനെ പറയും? ഷീ മൈറ്റ് കോൾ, ഷീ മൈറ്റ് ഗോ, അങ്ങനെ കേട്ടോ. ഷീ മൈറ്റ് കോൾ യു ടുമോറോ. വെരി ഗുഡ്. അവന് ചിലപ്പോൾ ആൻസർ അറിയായിരിക്കാം. അത്യാവശ്യം നല്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കണ കുട്ടിയാണ്, എങ്ങനെ പറയും? അറിയാന്ന് വെച്ചാൽ നോ. അവന് ഹീ മൈറ്റ് നോ ദി ആൻസർ. ഹീ മൈറ്റ് നോ ദി ആൻസർ. ഓക്കെ. അവർ ചിലപ്പോൾ വീട് വിൽക്കാൻ തീരുമാനിച്ചേക്കാം, എങ്ങനെ പറയും? നമുക്ക് ഉറപ്പില്ല. ദേ മൈറ്റ് തീരുമാനിക്കുക, അതല്ല ഇവിടെ വേർബ് വരണേ. അവരെന്താ ചെയ്യണേ? പോവുകയല്ല, ആവുകയല്ല, തീരുമാനിക്കുക. ദേ മൈറ്റ് ഡിസൈഡ് എന്തിന്? ടു സെൽ ദ ഹൗസ്. എന്തെങ്കിലും ഒരു കാര്യം അതാണ് ഡിസൈഡ് ചെയ്തതെന്ന് പറയാൻ ടു വെച്ചിട്ട് പറയാം. ദേ മൈറ്റ് ഡിസൈഡ് ടു സെൽ ദ ഹൗസ്. ഇതിലൊരു സംശയം വരാനുള്ളത്, ഹീ മൈറ്റ് അറൈവ് ലേറ്റും ഹീ മൈറ്റ് ബി അറൈവിങ് ലേറ്റും തമ്മിലുള്ള വ്യത്യാസം ചെറിയൊരു വ്യത്യാസമാണ്, എന്നാലൊരു വ്യത്യാസമുണ്ട്. ഹീ മൈറ്റ് അറൈവ് ലേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ കാര്യമാണ്, അങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഹീ മൈറ്റ് അറൈവ് ലേറ്റ് അല്ലേ. ഇപ്പോൾ എന്താ പറയുക, ട്രാഫിക് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ജനറലി ഒരു കാര്യം പറഞ്ഞതാണ്.
പക്ഷെ ഹീ മൈറ്റ് ബി അറൈവിങ് ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫോക്കസ് അറൈവിങ് ലേറ്റിനാണ്. എന്നുവെച്ചാൽ ഇന്ന് ഇവിടെ എയർപോർട്ടിൽ സെക്യൂരിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഹീ മൈറ്റ് ബി അറൈവിങ് ലേറ്റ്. മനസ്സിലായോ? നമ്മൾ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്. ഇപ്പോൾ അയാളൊരു വലിയൊരു പുള്ളിയാണ്, അയാൾ പൊതുവെ അങ്ങനെ സമയത്തൊന്നും എത്തില്ല, ഹീ മൈറ്റ് അറൈവ് ലേറ്റ്, വലിയ കാര്യമൊന്നുമില്ല, നമുക്കിത് മെല്ലെ ചെയ്താൽ മതി കേട്ടോ. പക്ഷെ ഇന്നൊരു കാരണം കൊണ്ട് ഇതിങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹീ മൈറ്റ് ബി അറൈവിങ് ലേറ്റ്. ഓക്കെ, ജനറലി ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹി മൈറ്റ് അറൈവ് ലേറ്റ്. പക്ഷെ ഇങ്ങനെ ഒരു കാരണം കൊണ്ട് ഈ ഒരു കാര്യം സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്ന് എടുത്തു പറയണമെങ്കിൽ ഹി മൈറ്റ് ബി അറൈവിങ് ലേറ്റ്, അങ്ങനെ രീതിയിൽ പറയാം. അത്രയും അധികം ചിന്തിക്കേണ്ട. ജനറലി പറയുമ്പം ING ഇല്ലാത്ത മൈറ്റ് അറൈവ് എന്നുള്ള ഫോം ഉപയോഗിക്കുക. ഒരു കാരണം പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ ഹി മൈറ്റ് ബി അറൈവിങ് എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു 3 ചോദ്യം തരാം, അതിൻ്റെ ഉത്തരം പറയൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, നമ്മുടെ പ്രോഗ്രാം വൈകുന്നുണ്ട്. അപ്പോൾ വൈകുന്നത് എന്ത് കാരണം കൊണ്ടാവാം? എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാവാം. ഇത് കുറച്ച് പാടാണ്, ഇത് കാര്യങ്ങൾ സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ, വലിയൊരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടെക്നിക്കൽ പ്രശ്നങ്ങൾ കൊണ്ടാവാം ഡിലേ വന്നത്. ഡിലേ എന്ന് വെച്ചാൽ കാലതാമസം, ഒരു ചെറിയൊരു താമസം വരിക പരിപാടി തുടങ്ങാൻ. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? ദ ഡിലേ ഡാഷ് ഡ്യൂ ടു ദ ടെക്നിക്കൽ ഇഷ്യൂസ്. ഇതിന് കാരണം കൊണ്ടാവാന്ന് പറയാൻ ഡ്യൂ ടു, അല്ലേ? ഡ്യൂ ടു ഇന്ന കാരണം, അതങ്ങനെയാണ് പറയുക. ഡ്യൂ ടു ദ ടെക്നിക്കൽ ഇഷ്യൂസ്. അവിടെ എന്താ വരിക? മൈറ്റ് ബി ആണോ മൈറ്റ് ഹാവ് ആണോ? അടുത്തത്, മോൻ്റെ റൂമിൽ ലൈറ്റ് കാണുന്നില്ല. അപ്പോൾ ഒരു 10 മണി 10:30 ആയി, എക്സാമൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തിരി ടെൻഷനിലൊക്കെ ആയിരുന്നു, ഉറങ്ങിയിട്ടുണ്ടാവാം കേട്ടോ ആള്. എങ്ങനെ പറയാം? ഹി മൈറ്റ് ഹാവ് സ്ലെപ്റ്റ് ആണോ ഹി മൈറ്റ് സ്ലീപ്പ് ആണോ? ഈ രണ്ടിൻ്റെയും ഉത്തരം പറയാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കോഴ്സ് എടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ച് തരുന്ന കോഴ്സ് തന്നെയാണ്. ഗ്രാമർ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന കോഴ്സാണ്. ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും 90 ഡേയ്സിന് മാറ്റി വയ്ക്കണം. ഈ 15 മിനിറ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഇരുന്ന് കുറേ പഠിച്ചാൽ നമുക്ക് ഫുൾ കൺഫ്യൂഷൻ ആവും. ഒരു 15 മിനിറ്റിൽ ബേസിക് കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. സംശയം ഉണ്ടെങ്കിൽ ആ കോഴ്സ് തന്നെ എന്നോട് ചോദിക്കുക. നമ്മൾ ക്ലിയർ ആയിട്ട് എല്ലാ സംശയങ്ങളും ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോവുക. 90 ഡേയ്സിൽ നമുക്ക് തീർക്കാൻ പറ്റും, ആ ബേസിക് കോഴ്സ് തീർക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കോഴ്സിൽ കവർ ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകളല്ല കേട്ടോ, റെക്കോർഡഡ് വീഡിയോസാണ്. റെക്കോർഡഡ് വീഡിയോസ് എന്ന് വെച്ചിട്ട് അങ്ങനെ ചില ആൾക്കാർക്ക് റെക്കോർഡ് വീഡിയോസിലെ അതൊക്കെ എന്താ, എൻ്റെ റെക്കോർഡ് വീഡിയോസ് സൂപ്പർ വീഡിയോസാണ്. കാരണം അത്രയും എഫേർട്ട് എടുത്ത് ഉണ്ടാക്കിയ വീഡിയോസാണ്. കോഴ്സ് എടുത്ത ആൾക്കാർക്കറിയാം. ആകെയുള്ളത് കോഴ്സിൽ കുറേ ക്വിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ആത്മാർത്ഥതയോട് കൂടി ചെയ്യുക, ചെയ്ത് തീർക്കാൻ വേണ്ടി ചെയ്യരുത്. കോഴ്സ് അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. മനസ്സിലാവാത്തത് ചോദിച്ച് ക്ലിയർ ചെയ്ത് വൃത്തിക്ക് പഠിച്ചു പോവുക. അങ്ങനെ പഠിച്ചു പോയ പിള്ളേർക്കെല്ലാം നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, 3 മാസം കൊണ്ട് കോഴ്സ് അങ്ങോട്ട് തീർക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 3 മാസത്തേക്കുള്ള വേറെ എക്സ്ട്രാ പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൂടി ചെയ്യുമ്പോഴേക്കും നല്ല കോൺഫിഡൻ്റ് ആവും, ഉറപ്പിച്ച് പറയാൻ പറ്റും കേട്ടോ. ഇനി ഇംഗ്ലീഷ് കുറച്ച് അറിയാം, പക്ഷേ സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. അവർക്ക് വാട്സപ്പ് കോഴ്സ് എടുക്കാം. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രാമർ ഒന്നും കവർ ചെയ്യാത്ത കോഴ്സാണ്, കുട്ടികളൊക്കെ പഠിക്കണ പോലത്തെ ഒരു കോഴ്സ്. അപ്പോൾ അത് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 90 ഡേ ഫുൾ കോഴ്സ് ഗ്രാമറൊക്കെ ഉള്ളത്, അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇമെയിൽ അയയ്ക്കുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.